Hi friends, എല്ലാവർക്കും magical wisdom-ലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു വെറൈറ്റി ബോട്ടിലാണ് ട്ടോ ചെയ്യുന്നത്. നമ്മൾ ബോട്ടിൽ ഇവിടെ എടുത്തിട്ടുണ്ട്. കുറച്ച് ഫ്ലാറ്റ് ആയിട്ടുള്ള ബോട്ടിലാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിനൊരു ബേസ് കോട്ട് കൊടുക്കാനായിട്ട് 2 സ്പൂൺ പ്ലാസ്റ്റർ ഓഫ് പാരീസ് എടുക്കുക. അതുപോലെ തന്നെ 2 സ്പൂൺ ഫെവിക്കോൾ ഒഴിച്ച് അല്പം വെള്ളം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ ഈ ഒരു പരുവത്തിൽ മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ഒരു സ്പോഞ്ച് ഉപയോഗിച്ചിട്ട് കുപ്പിയിലേക്ക് അപ്ലൈ ചെയ്യാം. നമ്മുടെ ബോട്ടിൽ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ഇത് നമ്മൾ 2 കോട്ട് പ്ലാസ്റ്റർ ഓഫ് പാരീസ് ആണ് അപ്ലൈ ചെയ്തേക്കുന്നത്. ഇനി ഇത് നമുക്കൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് അക്രിലിക് പെയിൻറ്റ്സ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബോട്ടിലിന് പെയിൻറ്റ് ചെയ്യാം. അതിനായിട്ട് ഞാനൊരു ഫ്ലാറ്റ് ബ്രഷാണ് യൂസ് ചെയ്യുന്നത്. ആദ്യം നമ്മളൊരു ഓറഞ്ച് കളർ കൊടുക്കുകയാണ്. അതിനുശേഷം കുറച്ച് വൈറ്റ് കൂടെ കൊടുക്കുന്നു. അപ്പം നമ്മൾ അത് രണ്ടും കൂടെ മിക്സ് ചെയ്യാൻ വേണ്ടി നന്നായിട്ട് ബ്രഷ് അതിലേക്ക് ഒന്ന് ഓടിച്ചു കഴിഞ്ഞാൽ തന്നെ ആ കളർ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്താൽ കിട്ടും. നമ്മുടെ ബോട്ടിലിവിടെ കംപ്ലീറ്റ് ആയിട്ട് പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ കുറച്ച് ഫ്ലവേഴ്സ് സെറ്റ് ചെയ്യാം. അതിനായിട്ട് ഞാൻ കുറച്ച് woolen threads ആണ് എടുത്തിരിക്കുന്നത്. നമ്മളിവിടെ 3 സെൻറ്റിമീറ്റർ വീതിയുള്ളൊരു കാർഡ്ബോർഡ് പീസ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ വൈറ്റും വയലറ്റും ത്രെഡ്സ് ചുറ്റി കൊടുക്കാം. നമ്മൾ കുറച്ച് പോർഷനിൽ മാത്രം വയലറ്റ് ചുറ്റിയാൽ മതി. അതായത് നമ്മുടെ ഫ്ലവറിൽ കൂടുതൽ പോർഷനിലും വൈറ്റാണ് കാണുന്നത്. ചെറിയ ചെറിയ സ്പോട്ട് മാത്രമേ വയലറ്റ് കാണുന്നുള്ളൂ. നമ്മളിത് ചുറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് കട്ട് ചെയ്യാം. ഇനി നമുക്ക് അത് ഊരിയെടുക്കാം. അതിനുശേഷം അതിൻ്റെ സെൻറ്ററിലൊരു കെട്ടിട്ട് കൊടുക്കണം. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മളിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ പോർഷനിലായിട്ടാണ് നമ്മൾ കെട്ടിട്ടിരിക്കുന്നത്. അപ്പം നമ്മളിനി എടുക്കാൻ നേരത്ത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ വെച്ചിട്ട് അത് സെൻറ്ററായിട്ട് പിടിച്ച് എടുക്കണം. ഇനി നമുക്ക് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് മുറിച്ച് ഒരു സർക്കിളാക്കി എടുക്കണം. നമ്മളിത് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു ചീപ്പ് എടുത്തിട്ട് ആ നൂലുകളൊക്കെ ഒന്ന് ചീവി കൊടുക്കണം. നമുക്കത് നൂലാണെന്ന് അറിയരുത്. അപ്പം ചീപ്പ് എടുത്ത് ചീവി കൊടുത്തു കഴിയുമ്പോൾ ആ നൂലൊക്കെ ഒന്ന് വിടർന്നു വരും. നമ്മളിത് ചീവി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ സൈഡൊക്കെ ഒന്ന് വീണ്ടും ട്രിം ചെയ്ത് കൊടുക്കുക. നമുക്കൊരു പൂവിൻ്റെ ഷേപ്പാക്കി എടുക്കണം. നമ്മളങ്ങനെ വലുതും ചെറുതുമായിട്ട് 8 ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ചെറിയ ഫ്ലവറാണ് വേണ്ടതെങ്കിൽ നമ്മൾ വളരെ കുറച്ച് മാത്രം ചുറ്റിയാൽ മതി. അപ്പോൾ നമുക്ക് ചെറിയ ഫ്ലവർ കിട്ടും. ഇനി നമുക്ക് ഈ ഫ്ലവേഴ്സിന് കുറച്ച് ലീവ്സും സ്റ്റെമ്മും ഒക്കെ ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഫെവിക്രിലിൻ്റെ മൗൾഡിറ്റാണ് എടുത്തിരിക്കുന്നത്. ഇതിനുള്ളിൽ ഇങ്ങനെ 2 പാക്കറ്റായിട്ടാണ് ഇരിക്കുന്നത്. ഇത് രണ്ടും ഈക്വൽ എമൗണ്ടിൽ കട്ട് ചെയ്തെടുത്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് ഉപയോഗിക്കാം. ഇത് നമ്മുടെ കയ്യിൽ ഒട്ടാതിരിക്കാനായിട്ട് കുറച്ച് പൗഡർ ഇട്ട് കൊടുക്കാം. നമ്മൾ കുറേശ്ശെ മാത്രം മിക്സ് ചെയ്ത് ഉപയോഗിക്കുക. എല്ലാം കൂടെ ഒരുമിച്ച് മിക്സ് ചെയ്ത് വെച്ചാൽ പെട്ടെന്ന് തന്നെ അത് ഡ്രൈ ആയി പോകും. നമുക്കതൊന്നും ഉപയോഗിക്കാൻ പറ്റാതെ വരും. അതുകൊണ്ട് കുറേശ്ശെ മാത്രം മിക്സ് ചെയ്ത് ഉപയോഗിക്കുക. നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു PVC പൈപ്പാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ പുറത്ത് നമുക്ക് കുറച്ച് പൗഡർ തേച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് പരത്തിയെടുക്കണം. ഇനി നമുക്ക് ഇതൊരു ബ്ലേഡ് കൊണ്ട് ഇലയുടെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം.
കുറച്ച് ലീവ്സും സ്റ്റെമ്മും ഒക്കെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ലൈറ്റ് ഗ്രീനും സാബ് ഗ്രീനും ഡാർക്ക് ഗ്രീനും യെല്ലോയും ആണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ താഴ്ഭാഗത്ത് നമുക്ക് കുറച്ച് പുള്ളികൾ വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച ഇലകളൊക്കെ ഒരു ഫെവിക്കോൾ ഉപയോഗിച്ച് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ഫ്ലവേഴ്സ് കൂടെ ഒട്ടിച്ചു കൊടുക്കാം. നമ്മളിവിടെ കുറച്ച് വൈറ്റ് ഡോട്ട്സും ഒരു മൂണും കൊടുത്തിട്ടുണ്ട്. അത് റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല, അതാണ് കാണിക്കാൻ. അപ്പം ബോട്ടിൽ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.